നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഇന്ന് ഒക്ടോബർ 27 വെള്ളിയാഴ്ചയാണ്. ഇന്ന് മലയാള മാസം തുലാം 10-ാം തീയതിയാണ്. പ്രത്യേകിച്ചും മലബാർ മേഖലയിലൊക്കെ തെയ്യക്കാലത്തിന് തുടക്കമാകുന്നത് ഇന്നാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മികച്ച ദിനമാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. പ്രഭാത വാർത്തയിൽ ആദ്യ വാർത്തയിലേക്ക് കിടക്കുകയാണ്. യുദ്ധത്തിന്റെ 20 ദിവസം. ഇസ്രായേൽ ഹമാസ് ആക്രമണത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തി. ഗാസയിൽ സുരക്ഷിതമായും തടസ്സമില്ലാതെയും സഹായം എത്തിക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു. ഗാസയിലെ ഗുരുതരമായ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN ജനറൽ അസംബ്ലിയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. അതിനിടെ 50 ബന്ദികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് വെളിപ്പെടുത്തുകയും ചെയ്തു. മെറിൻ മേരി ചാക്കോ നൽകും. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. മെറിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഈ 20 ദിവസം പൂർത്തിയാകുമ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളിൽ അനുസരിച്ച് 50 ബന്ദികൾ കൊല്ലപ്പെട്ടു എന്ന ഒരു വെളിപ്പെടുത്തൽ ഹമാസിന്റെ ഭാഗത്തുണ്ടാവുന്നു. ഒപ്പം തന്നെ ഈ വെടിനിർത്തൽ വേണമെന്ന് UN പൊതുസഭയിൽ ആവശ്യം ഉന്നയിക്കാൻ പോകുന്നു. ഇന്ന് വോട്ടെടുപ്പുണ്ട്. ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും സമാനമായ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. എന്താണ് ഏറ്റവും പുതിയ വാർ അപ്ഡേറ്റ്? ഗുഡ് മോർണിംഗ് പ്രജിൻ. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ച് ഇന്ന് 20-ാം ദിവസമാണ്. ഈ 20-ാം ദിനത്തിലാണ് യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാനുഷിക പരിഗണന കണക്കിലെടുത്ത് ഈ മേഖലയിൽ വെടിനിർത്തൽ വേണമെന്നാണ് ഇപ്പോൾ ബ്രസൽസിൽ ചേർന്ന 27 അംഗ രാജ്യങ്ങളുടെ ഒരു സമ്മേളനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യോഗം ചേരുന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഗാസയിലെ ഗുരുതര സാഹചര്യം ഈ യോഗം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. അവിടെ സുരക്ഷിതമായും അതുപോലെ തന്നെ അതിവേഗവും മാനുഷിക സഹായം എത്തിക്കേണ്ടതുണ്ട്. അതീവ ഗുരുതര സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്നും ആ ഒരു സാഹചര്യത്തിൽ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, UN ഹ്യൂമാനിറ്റേറിയൻ നീഡ്സിന്റെ ചുമതലയുള്ള മാർട്ടിൻ ഗ്രിഫിത്സ് തന്നെ പറഞ്ഞത് ഗാസയിൽ എത്രയും വേഗം അടിയന്തരമായി തന്നെ സഹായം എത്തിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഹമാസ് വെളിപ്പെടുത്തിയിരുന്നു. അതായത് 50 ബന്ദികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തി. ഇനി 224 പേരാണ് ഹമാസിന്റെ പക്കൽ ബന്ദികളായിട്ടുള്ളതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ 224 പേരെയും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ടെൽ-അവീവിൽ അവരുടെ ബന്ധുക്കൾ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. 224 ദീപങ്ങൾ തെളിയിച്ചാണ് ടെൽ-അവീവിൽ ഇവർ ഒത്തുകൂടിയത്. ദ ലൈറ്റ് ഓഫ് ഹോപ്പ് എന്ന എഴുതിയിട്ടുള്ള ദീപങ്ങൾ, അവരുടെ ഫോട്ടോകളും പിടിച്ച് തന്നെ ഫോട്ടോകൾ നീളത്തിൽ അണിനിരത്തി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങൾ നടന്നത്. എത്രയും വേഗം തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായത്. അതേസമയം ഇപ്പോൾ ഇറാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അമേരിക്കയുടെ US പൗരന്മാരെ ഈ ഒരു ആക്രമണത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഒഴിവാക്കണം, അതിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ഒരു സന്ദേശം അയച്ചു തന്നെയാണ് ഇപ്പോൾ UN സെക്യൂരിറ്റി വൈറ്റ് ഹൗസിന്റെ സുരക്ഷാ ചുമതലയുള്ള ജോൺ കിർബി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സന്ദേശം ഏത് രീതിയിലാണ് അയച്ചിരിക്കുന്നത് എന്നൊരു കാര്യത്തിൽ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, 900 അധിക അമേരിക്കൻ സൈനികരെ ഈ മേഖലയിലേക്ക്, അതായത് അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി മേഖലയിലേക്ക് അയക്കുമെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഈ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനിക്കാണ് ഇത്തരത്തിൽ സന്ദേശം അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ഒരു സന്ദേശം ഏതൊരു കത്താണോ അല്ലെങ്കിൽ ഏതൊരു രൂപത്തിലാണെന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ റഫ അതിർത്തിയിലെ സാഹചര്യം അല്ലെങ്കിൽ ഗാസയിലെ സാഹചര്യം അതീവ ഗുരുതരമായി തന്നെ നിൽക്കുകയാണ്. വൈദ്യുതിയില്ല, കുടിവെള്ളമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ഉദ്യോഗസ്ഥരുടെ പരിശോധനയുണ്ട്. ഈ ഉദ്യോഗസ്ഥ പരിശോധന, ഈ റഫ അതിർത്തി വഴി നടക്കുന്ന ഈ പരിശോധനയിൽ അവിടെ സഹായം എത്തിക്കുന്നത് വൈകിപ്പിക്കുന്നത് തന്നെയാണ് അവർ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ അവർ സന്ദർശനം നടത്തി. അപ്പോൾ അവിടെ കാണാൻ സാധിച്ചത് ഓരോ തവണയും ഈ അതിർത്തിയിലെത്തുമ്പോഴും ട്രക്കുകളിലെ എല്ലാ സാധനങ്ങളും പുറത്തിറത്തി പരിശോധനയ്ക്ക് വിധേയമാക്കി തിരിച്ചു കയറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് ഒരു വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഇൻസെയിൻ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഭ്രാന്തൻ ഉദ്യോഗസ്ഥ നയങ്ങൾ ഈ ഗാസയിലേക്കുള്ള സഹായം വൈകിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഒരു മാനുഷികമായൊരു ഇടപെടൽ, അടിയന്തരമായ സഹായം, ഗാസയിലേക്ക് അടിയന്തരമായ സഹായം എത്തിക്കുന്നതിനുള്ള നടപടികൾ വേണമെന്നാണ് ഇപ്പോൾ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ മേധാവി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 20-ാം ദിവസത്തിൽ മേഖലയിൽ ഒരു വെടിനിർത്തൽ വേണമെന്ന് തന്നെ
ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതേസമയം തന്നെ ഇന്ന് UN ജനറൽ അസംബ്ലിയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വോട്ടെടുപ്പ് നടക്കും. നേരത്തെ UN രക്ഷാസമിതിയിൽ ഈ ഒരു വോട്ടെടുപ്പ് അമേരിക്കയുടെയും റഷ്യയുടെയും പ്രമേയങ്ങൾ തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും 20-ാം ദിവസവും പശ്ചിമേഷ്യ സംഘർഷം, ഈ മേഖല സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ്. പ്രജിൻ, ശരി, മെറിൻ മേരി ചാക്കുവാണ് പുതിയ വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിൽ ഇസ്രായേൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ വരുന്നു, UN പൊതുസഭയിൽ വോട്ടെടുപ്പ് വരുന്നു. രണ്ടും ആവശ്യപ്പെടുന്നത് വെടിനിർത്തലാണ്. പക്ഷേ ഇസ്രായേൽ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു, ഒപ്പം തന്നെ ഇസ്രായേൽ മേൽ എത്രമാത്രം സമ്മർദ്ദം ഉണ്ടാക്കാൻ ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ഈ യുദ്ധത്തിന്റെ ഗതി. റേഷൻ വിതരണ അഴിമതി കേസിൽ പശ്ചിമബംഗാളിലെ വനമന്ത്രി ജ്യോതിപ്രിയ മല്ലിക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. മന്ത്രിയുടെ വസതിയിൽ ED മണിക്കൂറുകളോളം പരിശോധന നടത്തിയിരുന്നു. ജ്യോതിപ്രിയ മല്ലിക് ഭക്ഷ്യമന്ത്രിയായിരിക്കെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. ബൽറാം, ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ട് തുടങ്ങിയ റെയ്ഡാണ് പശ്ചിമബംഗാളിൽ ജ്യോതിപ്രിയ മല്ലിക്കിന്റെ വസതിയിൽ. ഇപ്പോൾ എപ്പോഴാണ് ഈ അറസ്റ്റ് ED രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതിനോടകം തന്നെ TMC എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്? പ്രജിൻ, പശ്ചിമ ബംഗാളിലെ മറ്റൊരു മന്ത്രിയെ കൂടി കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംസ്ഥാന വനം മന്ത്രിയായ ജ്യോതിപ്രിയ മല്ലിക്കാണ് അറസ്റ്റിലായിരിക്കുന്നത്. റേഷൻ വിതരണ അഴിമതി കേസിലാണ് മന്ത്രി ജ്യോതിപ്രിയ മല്ലിക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് ജ്യോതിപ്രിയ മല്ലിക്കിന്റെ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്കിലുള്ള വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം റെയ്ഡ് ആരംഭിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിവരെ ഈ റെയ്ഡ് തുടർന്നു. ഏതാണ്ട് 20 മണിക്കൂറിലേറെ നീണ്ടുനിന്ന റെയ്ഡിന് ശേഷമാണ് മന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം അറസ്റ്റ് ചെയ്യുകയും കൊൽക്കത്തയിലെ ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം വക്കീബുർ റഹ്മാൻ എന്ന വ്യവസായിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ 100 കോടി രൂപയോളം വരുന്ന സ്വത്തുക്കൾ ED കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് എന്നാണ് EDയുടെ വിശദീകരണം എന്നുള്ളത്. അതേസമയം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച ജ്യോതിപ്രിയ മല്ലിക് താൻ ഒരു ഗൂഢാലോചനയുടെ ഇരയാണ് എന്നാണ് പ്രതികരിച്ചത്. പശ്ചിമ ബംഗാളിലെ റേഷൻ വിതരണത്തിൽ ഗുരുതരമായ അഴിമതി നടന്നതായി കോൺഗ്രസും BJPയും പരാതി ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് ED രജിസ്റ്റർ ചെയ്യുകയും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തത്. പശ്ചിമ ബംഗാളിലെ റേഷൻ വിതരണത്തിനായി എത്തിച്ച വസ്തുക്കൾ പ്രധാനമായും ഗോതമ്പ് കരിഞ്ചന്തയിൽ വിറ്റഴിച്ചു എന്നുള്ളതാണ് കേസ്. റേഷൻ കടകളിൽ എത്താതെ ഈ ഗോതമ്പ് മറ്റ് സ്വകാര്യ കമ്പനികൾ വഴി വൻ വിലയ്ക്ക് വിപണിയിൽ വിറ്റഴിച്ചു എന്നാണ് ഈ കേസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണത്തിൽ ഇതിൽ ഉന്നത തലത്തിൽ തന്നെ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ED വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. ജ്യോതിപ്രിയ മല്ലിക് നേരത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഈ അഴിമതി നടന്നത്. ഇതിൽ അദ്ദേഹത്തിനും കൃത്യമായ പങ്കുണ്ടെന്നതിന്റെ തെളിവുകൾ ലഭിച്ചു എന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രജിൻ, ശരി, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം നീക്കങ്ങൾ, നടപടികൾ, അറസ്റ്റ് ഇത് തുടരുകയാണ്. ഏറ്റവും ഒടുവിലാണ് പശ്ചിമബംഗാളിലെ വനമന്ത്രിയെ ഇപ്പോൾ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. JDSന്റെ നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. BJPയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട JDS ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് യോഗം. മന്ത്രി K കൃഷ്ണൻകുട്ടി, മാത്യു T തോമസ് തുടങ്ങിയ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ കേരള ഘടകം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാകും. അതേസമയം നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പം തുടരുകയുമാണ്. പാർട്ടി രൂപീകരണം അല്ലെങ്കിൽ ലയന സാധ്യത എന്നീ 2 വഴികളാണ് JDS മുന്നിലുള്ളത്. JDS NDA സഖ്യത്തിൽ എതിർപ്പുള്ള മറ്റ് സംസ്ഥാന ഘടകങ്ങളെ ഒന്നിച്ചു നിർത്തുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട്. വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മുന്നണിക്ക് അതൃപ്തി ഉണ്ടാക്കാത്ത വിധം നിലപാടെടുക്കാനാണ് നേതാക്കളുടെ നീക്കം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളായ PR അരവിന്ദാക്ഷന്റെയും CK ജിൽസിന്റെയും ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. ബുധനാഴ്ച വിധി പറയാൻ മാറ്റിയെങ്കിലും കേസ് ഡയറി മുദ്രവെച്ച കവറിൽ ED ഹാജരാക്കിയതോടെ വിധി പ്രഖ്യാപനം മാറ്റുകയായിരുന്നു. അരവിന്ദാക്ഷന് ജാമ്യം നൽകരുത് എന്നും അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും ED കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ED ചുമത്തിയതെന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നുമാണ് അരവിന്ദാക്ഷന്റെ വാദം. കേസിൽ ഈ മാസം 31-ന് ED ആദ്യ കുറ്റപത്രം സമർപ്പിക്കും.
CPIഎമ്മിന്റെ 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ തുടങ്ങും. കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ട നിശ്ചയിക്കാൻ കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതി പ്രാതിനിധ്യം വീണ്ടും ചർച്ചയാകുമെന്ന റിപ്പോർട്ടുകൾ പാർട്ടി നേതൃത്വം തള്ളി. PBയിലും കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ച ചെയ്താണ് ഏകോപന സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ടയിലുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികൾ, സഖ്യം എന്നീ വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. മിസോറാം ഒഴികെ മറ്റ് 4 സംസ്ഥാനങ്ങളിലും മത്സരിക്കാനാണ് നിലവിൽ പാർട്ടിയുടെ തീരുമാനം. ഇസ്രായേൽ ഹമാസ് സംഘർഷമടക്കം പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളും തെറ്റുതിരുത്തൽ രേഖ ഉൾപ്പെടെ സംഘടനാ വിഷയങ്ങളും കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ടയിലുണ്ട്. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പുകളില്ല. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശവാസികളും ജാഗ്രത പാലിക്കണം. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ തമിഴ്നാടിന് മുകളിലും ചക്രവാത ചുഴികൾ നിലനിൽക്കുന്നതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട് മുള്ളൻകൊല്ലിയിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയ കർഷകരുടെ ഭൂമി ലേലം ചെയ്യാനുള്ള നടപടിയുമായി ബത്തേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്. 400ഓളം കർഷകരാണ് സർഫാസി നിയമം അനുസരിച്ച് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. ഒക്ടോബർ 31-ന് ബാങ്കിന്റെ ബത്തേരി ഓഫീസിൽ വെച്ച് ലേല നടപടികൾ ഉണ്ടാകുമെന്നാണ് നോട്ടീസ്. ഭൂമി ലേലം ചെയ്യുന്നത് തടയാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പാടിച്ചിറ വില്ലേജിലെ ചെറിയമ്പാട്ട് സെബാസ്റ്റ്യൻ, വറങ്ങലക്കുടി റോയ്, പുഞ്ചക്കര ജോസഫ്, നടവേൽ വില്ലേജിലെ പുത്തരത്ത് താഴത്ത് ഷൈജ രവീന്ദ്രൻ എന്നിവരുടെ വീടും സ്ഥലവും ലേലം ചെയ്യാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 24-ന് ഇവരുടെ വസ്തുവകകൾ ലേലം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും തഹസിൽദാർ അനുമതി നിഷേധിച്ചതോടെ നടപടി റദ്ദാക്കി. വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരമാണ് പരസ്യലേല നടപടിയിൽ നിന്ന് ബാങ്ക് പിന്മാറിയത്. അന്ന് മാറ്റിവെച്ച ലേലം വീണ്ടും ഓഫീസിൽ നടത്താനാണ് നീക്കം. ഇത് കർഷകരിൽ ഭൂരിപക്ഷം പേർക്കും ആശങ്കയിലേക്ക് എത്തിയിരിക്കുക. അവരിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒന്നിലൊരു കൂട്ട ആത്മഹത്യ നടക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയായത്. അതുകൊണ്ട് ഈ ഒക്ടോബർ 31-ന് ഈ ലേല നടപടികൾ നടക്കുന്ന സമയത്ത് പല അനിഷ്ട സംഭവങ്ങളും ബാങ്കിൻ്റെ മുമ്പിലോ പരിസര പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുള്ളത് തീർച്ചയാണ്. ഒക്ടോബർ 31-ന് ലേല നടപടികൾ തടയാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്ന് ബാങ്കിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിനാശവും വിലത്തകർച്ചയുമാണ് പുൽപ്പള്ളി, മുള്ളംകൊല്ലി മേഖലയിലെ കർഷകരെ സാരമായി ബാധിച്ചത്. വായ്പാ തിരിച്ചടവിന് കൂടുതൽ സമയം അനുവദിക്കണമെന്നും പലിശയും പിഴപ്പലിശയും ഒഴിവാക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. കടാശ്വാസ നടപടികൾ സർക്കാർ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 24 വയനാട്. മലപ്പുറം പെരിന്തൽമണ്ണയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി ബസ് തൊഴിലാളികൾ രംഗത്ത്. റോഡുകൾ നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചു. അതിനിടെ ഒരു ഒറ്റയാൾ സമരവും ശ്രദ്ധേയമായി. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡ്, കൂടുതൽ തകർന്ന റോഡുകളാണിവ. ഇതുവഴി സഞ്ചരിച്ച് നടുവൊടിഞ്ഞു എന്ന് മാത്രമല്ല, ബസ്സിന് അറ്റകുറ്റപ്പണികളും കൂടുകയാണ്. പലതവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് അടുത്ത മാസം 2-ന് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തും. തകർന്ന് ചന്ദ്രോപരിതലത്തിന് സമാനമായ റോഡിൽ ബഹിരാകാശ സഞ്ചാരികളുടെ വേഷം ധരിച്ച് ഒറ്റയാൾ സമരവും അരങ്ങേറി. തകർന്ന കുഴികൾക്കിടയിലൂടെ ചാടിച്ചാടിയുള്ള നടത്തവും വ്യത്യസ്തമായി. വളാഞ്ചേരി റോഡ് എന്ന് പറഞ്ഞാൽ MES മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന റോഡാണ്. അപ്പം നിരന്തരം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് MES മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ MES മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുമ്പോൾ ഈ റോഡിന്റെ ഈ ശോചനീയാവസ്ഥ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുന്ന രോഗികൾ അതിനേക്കാളും വലിയ രോഗത്തിലേക്ക് പോകുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും അത് ഭയങ്കര വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ സ്വദേശി അഷ്റഫ് മുന്നയാണ് ഈ വേറിട്ട പ്രതിഷേധത്തിന് പിന്നിൽ. 24 മലപ്പുറം. വെൽക്കം ബാക്ക്. പ്രഭാത വാർത്ത തുടരുന്നു.
കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ പ്രവർത്തനം നിലച്ചു. ഫ്രീസർ കേടായതോടെ 1 മാസത്തോളമായി മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ സംവിധാനമില്ല. അടിയന്തരമായി പരിഹാരം കണ്ടെത്തണം എന്നാണ് നഗരസഭാ കൗൺസിലർമാരുടെ ആവശ്യം. കൊയിലാണ്ടി, പേരാമ്പ്ര, പയ്യോളി, മേപ്പയ്യൂർ, അത്തോളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അസ്വാഭാവിക മരണങ്ങൾ നടന്നാൽ പോസ്റ്റ്മോർട്ടം നടക്കേണ്ടത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ്. നിലവിലുള്ള 2 ഫ്രീസറുകളും പ്രവർത്തനരഹിതമായി. ഇതോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. 1.5 മാസം, ഏകദേശം 2 മാസത്തോളമായി മോർച്ചറി അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിടുക എന്ന് പറഞ്ഞാൽ പകലെങ്ങാനും വന്നിട്ട് കൊണ്ടുവന്ന ബോഡിയാണെങ്കിൽ ഒന്ന് പരിശോധിക്കും. ഇന്നലെ 2 ബോഡി വന്നിട്ട് 2 കോഴിക്കോട്ടേക്ക് അയക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രവർത്തനം നിലച്ചിട്ട് 1 മാസം പിന്നിട്ടതോടെ വിഷയം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. ഫ്രീസർ കംപ്ലൈൻ്റ് ആയിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ 1-2 കൗൺസിലിലും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടടക്കം വരുന്ന ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ട് നാളെ ഇതുവരെ അത് റിപ്പയർ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു രാത്രി ഇവിടെ ബോഡി സൂക്ഷിക്കേണ്ട സാഹചര്യം വന്നാൽ, അല്ലെ അനുബന്ധമായിട്ട് അല്പസമയം ഇവിടെ നിൽക്കേണ്ട സാഹചര്യം വന്നാൽ ആ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട പ്രയാസം ഉണ്ടാവുകയാണ്. അജ്ഞാത മൃതദേഹങ്ങൾ സൂക്ഷിക്കാനും നിലവിൽ സൗകര്യമില്ല. പുതിയ ഫ്രീസർ വാങ്ങാൻ നിർവാഹമില്ലെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന മറുപടി. 24 കോഴിക്കോട്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15 തീരത്ത് നിന്ന് മടങ്ങി. 3 ക്രെയിനുകളുമായി എത്തിയ കപ്പൽ 15 ദിവസം തുറമുഖത്ത് നങ്കൂരമിട്ട ശേഷമാണ് മടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണം ഉൾപ്പെടെ ഏറ്റുവാങ്ങിയ കപ്പൽ ആഘോഷങ്ങളില്ലാതെ മടങ്ങുമ്പോൾ അടുത്ത കപ്പലിനെ വരവേൽക്കാനുള്ള കാത്തിരിപ്പും വിഴിഞ്ഞത്ത് തുടങ്ങി. പല പ്രതിസന്ധികളും അതിജീവിച്ചാണ് ഏറ്റെടുത്ത ദൗത്യം ഷെൻഹുവ 15 പൂർത്തിയാക്കിയത്. ഈ മാസം 15-ന് നടന്ന സ്വീകരണത്തിന് തൊട്ടു പിന്നാലെ ക്രെയിനുകൾ ഇറക്കുന്ന ജോലി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. മോശം കാലാവസ്ഥയും ചൈനീസ് ക്രൂവിന് കരയിലിറങ്ങാനുള്ള അനുമതി ലഭിക്കാത്തതും തടസ്സമായതോടെ ദൗത്യം നീണ്ടു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ക്രെയിനുകൾ ഇറക്കിയ ശേഷം മടക്കം. തീരത്തോട് വിട പറയുമ്പോൾ ആഘോഷങ്ങൾ ഏതുമില്ല. വരവ് ഇങ്ങനെയായിരുന്നില്ല. ഈ മാസം 12-ന് കപ്പൽ ബർത്തിലേക്കെടുത്തപ്പോൾ വാട്ടർ സല്യൂട്ടോടെയായിരുന്നു സ്വീകരണം. പിന്നാലെ 15-ന് ഔദ്യോഗിക സ്വീകരണം. ആദ്യ ക്രെയിൻ കരതൊട്ടത് 20-ന്. 22-ന് രണ്ടാമത്തെ യാർഡ് ക്രെയിൻ ഇറക്കി. രാജ്യത്തെ തുറമുഖങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ബർത്തിലിറക്കിയത് 23-ന്. ജോലികളെല്ലാം പൂർത്തിയാക്കി സാങ്കേതിക സന്നാഹങ്ങൾ തിരികെ കപ്പലിലേക്ക് ലോഡ് ചെയ്ത ശേഷമാണ് മടക്കയാത്ര. ഓഗസ്റ്റ് 31-ന് യാത്ര തിരിച്ച കപ്പലാണ് മടങ്ങിയത്. 6 ക്രെയിനുകളുമായി വിഴിഞ്ഞത്തേക്ക് ഷെൻഹുവ 29 യാത്ര തിരിച്ചു കഴിഞ്ഞു. അടുത്ത മാസം 9-ന് കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്നാണ് വിവരം. ദൗത്യം പൂർത്തിയാക്കി ഷെൻഹുവ 15 മടങ്ങുകയാണ്. ഷെൻഹുവ 15 വിഴിഞ്ഞം തീരം വിടും മുൻപേ ചൈനയിൽ നിന്ന് ഷെൻഹുവ 29 യാത്ര തിരിച്ചു കഴിഞ്ഞു. ഇനി അതിനായുള്ള കാത്തിരിപ്പാണ്. ക്യാമറാമാൻ VS മനീഷിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. നിരവധി വിമർശന ഗ്രന്ഥങ്ങളുടെ കർത്താവും അധ്യാപകനുമായ ഡോക്ടർ CR പ്രസാദിന്റെ പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അക്കാഡമിക രംഗത്തുള്ള മികച്ച സംഭാവനകളാണ് 2 പുസ്തകങ്ങളും. നന്ദാവനം കൃഷ്ണപിള്ള ഫൗണ്ടേഷനിലായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ്. ഒരു ഗ്രന്ഥകാരന്റെ 2 പുസ്തകങ്ങൾ, 2 പ്രസാധകരുടെ പുസ്തകങ്ങൾ, 2ഉം ഭാഷാ സംബന്ധിയായ പഠന ഗ്രന്ഥങ്ങൾ. CR പ്രസാദിന്റെ അക്കാദമിക രംഗത്തേക്കുള്ള പുതിയ സംഭാവനകളാണിവ. മാളുബൻ പ്രസിദ്ധീകരിച്ച എഴുത്തുളിയും പരിധി പബ്ലിക്കേഷന്റെ ഭാഷാസ്വത്വം നിർമ്മിതിയും സാധ്യതയും എന്നീ പുസ്തകങ്ങൾ. ഭാഷാപ്രയോഗത്തിലെ തെറ്റുകളും മേന്മകളും വിശകലനം ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ. മാധ്യമങ്ങളിലും പാഠപുസ്തകങ്ങളിലും ഉപയോഗിക്കുന്ന വാക്യഘടനയുടെയും വ്യാകരണത്തിന്റെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അത് ശരിയാക്കാനുള്ള രീതികളും പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വാക്കിൻ വക്കിന് വാക്ക് ചേർത്തുടി നടത്തിയിടും കലാചാരി. ആ അർത്ഥത്തിൽ നോക്കിയാൽ എഴുത്തുടിയായാലും ഭംഗിയുണ്ട്, എഴുത്തുടിയായാലും ഭംഗിയുണ്ട്. ഏതായാലും നമ്മുടെ ഭാഷയുടെ ഒരു ഭംഗി അത് കൂടുതൽ വർദ്ധമാനമാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ എഴുത്തുളി എന്ന ഈ കൃതി എന്ന് നമുക്കറിയാം. കവി പ്രഭാവർമ്മ എഴുത്തുളി എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തു. ഡോക്ടർ S നസീബ് പുസ്തകം ഏറ്റുവാങ്ങി. ഭാഷാസ്വത്വം അധ്യക്ഷൻ കൂടിയായ ഡോക്ടർ M രാജീവ് കുമാർ പ്രകാശനം ചെയ്തു. എഴുത്തുകാരിയും മുൻ മാധ്യമപ്രവർത്തകയുമായ R പാർവതി ദേവി ഏറ്റുവാങ്ങി. 24 തിരുവനന്തപുരം. എല്ലാ കൊല്ലവും 16 ഏക്കർ പാടത്ത് നെൽകൃഷി നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് കൊല്ലത്ത്. കൊല്ലം പൂരുവഴി മലനട ദുര്യോധന ക്ഷേത്രമാണ് കാർഷിക വൃദ്ധിയുടെ നല്ല പാഠങ്ങൾ നാടിന് പകർന്നു നൽകുന്നത്. ദ്രാവിഡ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്ന ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതുമാണ്.
കണ്ണെത്താ ദൂരത്തോളം ഉഴുതുമറിച്ച പാടങ്ങൾ. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമായ പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രം ചരിത്രത്തിൽ ഇടം നേടിയത് കാർഷിക സമൃദ്ധിയുടെ പേരിൽ കൂടിയാണ്. മലനട ക്ഷേത്രത്തോട് ചേർന്നുള്ള 16 ഏക്കർ പാടശേഖരത്തിലാണ് ഇത്തവണയും വിത്തെറിഞ്ഞത്. ഇനി സമൃദ്ധിയുടെ വിളവെടുപ്പിനായുള്ള കാത്തിരിപ്പ്. ഏകദേശം 16 ഏക്കറോളമുള്ള നെൽപ്പാടത്താണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. ഇപ്പം നമ്മുടെ മലനാടിൻ്റെ പ്രധാന സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നെൽപ്പാടങ്ങളും നെൽകൃഷിയും തന്നെയാണ്. പിന്നെ അതുപോലുള്ള ഈ നെല്ല് നമ്മൾ വിതച്ച് അത് വേണ്ട പ്രോസസ്സിങ് കാര്യങ്ങളൊന്നും അതിൻ്റെ തീരുമാനമായിട്ടില്ല. ക്ഷേത്രം ഊരാളി ആർ കൃഷ്ണൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രജനീഷ്, രവി, ട്രഷറർ അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് മലനടയിലെ ഈ ദുര്യോധന ക്ഷേത്രം. 24 കൊല്ലം. ശ്രീഗോകുലം ഇന്റർ സ്കൂൾ ആർട്സ് ഫെസ്റ്റിവൽ നവരസ 23 ഇന്ന് കൊടിയിറങ്ങും. 205 പോയിന്റുമായി കോഴിക്കോടാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് ഗുരുവായൂരും വടകരയുമാണ്. തൃശൂർ പഴുവിൽ സ്കൂളിലാണ് മൂന്നാം സ്ഥാനത്ത്. കൗമാര പ്രതിഭകളുടെ സർഗശേഷി കൊണ്ട് വ്യത്യസ്തമാവുകയാണ് നവരസ. ഗുരുവായൂർ കാൽച്ചിലങ്ക അണിഞ്ഞപ്പോൾ മികവിന്റെ മേളയ്ക്ക് കയ്യടി. അങ്ങനെ കൗമാരമേള ഗുരുവായൂർ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ ഉത്സവമായി. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്ത മേളയിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 9 സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. 33 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ കോഴിക്കോടാണ് മുന്നിൽ. ആതിഥേയരായ ഗുരുവായൂർ ശ്രീഗോകുലം പബ്ലിക് സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. ഒരേ പോയിന്റുമായി വടകരയും രണ്ടാം സ്ഥാനത്തുണ്ട്. തൃശൂരിലെ പഴുവിൽ സ്കൂളാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. സംഘനൃത്തം, ഒപ്പന, മൈം, മിമിക്രി എന്നിവ ഇന്ന് നടക്കും. വൈകിട്ട് 4 മണിക്കാണ് സമാപന സമ്മേളനം. ജനശ്രദ്ധ കൊണ്ടും മേള ഇതിനോടകം ഗുരുവായൂരിന്റെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു. അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി കപ്പുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്കൂളുകളും. 24 തൃശൂർ. ഒരു കായിക വാർത്തയിലേക്കാണ്. ഐ ലീഗിൽ അഭിമാനപ്പോരിന് കച്ചമുറുക്കി ഗോകുലം കേരള FC നാളെ ഇറങ്ങും. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 8 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇന്റർ കാശിയാണ് എതിരാളികൾ. ഉദ്ഘാടന മത്സരത്തോടനുബന്ധിച്ചുള്ള കലാവിരുന്നിൽ നടൻ ദിലീപ് മുഖ്യാതിഥിയാകും. കാൽപന്തുകളിയുടെ ആരവത്തിലേക്ക് വീണ്ടും മലയാളക്കര. വിജയത്തോടെ തുടങ്ങാനൊരുങ്ങുകയാണ് ഗോകുലം കേരള FC. ഐ ലീഗ് 7ാം സീസണിലെ ആദ്യ ഹോം മത്സരത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് സ്പാനിഷ് കോച്ച് ഡോമിംഗോ അറാമസും സംഘവും. അലക്സാൻഡ്രോ സാഞ്ചസ് നയിക്കുന്ന ടീം തികഞ്ഞ പ്രതീക്ഷയിലാണ്. ലീഗിൽ തുടക്കക്കാരാണെങ്കിലും പരിചയസമ്പന്നരായ താരങ്ങളുള്ള ഇന്റർകാശിയെ വില കുറിച്ച് കാണുന്നില്ലെന്ന് അലക്സാൻഡ്രോ സാഞ്ചസ് 24നോട് പറഞ്ഞു. Intercasi, I mean, we know we've watched some videos of Intercasi. I know some Spanish players, they are playing for them. So, but I think we have to think of our strengths and we are ready for beating them. 25-അംഗ ടീമിൽ മുൻ ഇന്ത്യൻ താരം അനസ് എടത്തൊടിക ഉൾപ്പെടെ 11 മലയാളി താരങ്ങളുണ്ട്. VS ശ്രീകുട്ടനാണ് ഉപനായകൻ. എല്ലാവരും ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. ഫസ്റ്റ് കളിയാണ്, ജയിക്കണം. അത് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്, നമ്മുടെ മലയാളികളുടെ മുമ്പിൽ വെച്ച് മലയാളികൾ കളിക്കുന്ന കളിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ആവേശമുണ്ട്. ഗോകുലം മാൾ, സ്റ്റേഡിയം എന്നിവിടങ്ങളിലും ഗോകുലം ചിപ്സ് ഓഫീസുകളിലും ടിക്കറ്റ് വിൽപ്പന പുരോഗമിക്കുകയാണ്. അബിത്തിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. എപ്പോക്സി TMT സ്റ്റീൽ ബാറുകൾ വിപണിയിൽ അവതരിപ്പിച്ച് കൈരളി TMT. തുരുമ്പ് പിടിക്കാത്തതും ദീർഘകാലം ഈടുനിൽക്കുന്നതുമാണ് പുതിയ ഉൽപ്പന്നമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. TMT കോട്ടഡ് പ്ലസ്, കൈരളി ടെക് ഫാബ്, കൈരളി MS വെയേഴ്സ്, കൈരളി ആണികൾ, കൈരളി കവറിംഗ് ബ്ലോക്സ് തുടങ്ങിയവയും വിപണിയിൽ അവതരിപ്പിച്ചു. കൊച്ചി ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പഹ്ലിഷ കള്ളിയത്ത്, ജനറൽ മാനേജർ ഓഫ് പ്രൊഡക്ഷൻ ജിയോ ജോസ്, പ്രൊഡക്ഷൻ ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് ഹെഡ് അബ്ദുൽ നാസർ, ഫിനാൻസ് ജനറൽ മാനേജർ വിനോദ് തെയ്യാത്ത്, ഓപ്പറേഷൻ മാനേജർ തഹസീൻ അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. തെയ്യം പ്രമേയമാക്കി സജീവ് കിളികുലം സംവിധാനം ചെയ്ത തിറയാട്ടം എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ.
ജിജോ ഗോപി കേന്ദ്ര കഥാപാത്രമായ ചിത്രത്തിൽ 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം പ്രധാന വേഷത്തിൽ എത്തുന്നു. തെയ്യം പഠിപ്പിക്കുന്ന കല്ലാടി നാണു ആശാൻ എന്ന കഥാപാത്രത്തെയാണ് ദീപക് ധർമ്മടം സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.